السلام عليكم ورحمة الله وبركاته. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻ നമ്മളറിയാം ഏറ്റവും മാതൃക കാണിച്ച ഭരണാധികാരിയാണ്. രാവും പകലും ഉറങ്ങാതെ പ്രജകൾക്ക് വേണ്ടി ഓടി നടന്ന ഒരു മഹാനുഭാവൻ. തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത 4 കൂട്ടുകാരിൽ രണ്ടാമൻ. തിരുമേനിയുടെ വഫാത്തിന്റെ ശേഷം തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തോട് വിട പറഞ്ഞതിൽ പിന്നെ ഇസ്ലാമിക ഭരണം ഏറ്റെടുത്ത സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അവരുടെ മരണശേഷം ഇസ്ലാമിക ഭരണം ഏറ്റെടുത്ത ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. അദ്ദേഹത്തിന്റെ മുഖത്ത് ഉറക്കച്ചടവ് ധാരാളം കാണുമായിരുന്നു. കാരണം ഉറക്ക് വളരെ കുറവായിരുന്നു. അങ്ങനെ ആളുകളൊക്കെ ചോദിക്കാൻ തുടങ്ങി, അലാ തനാം ഉമറെ, നിങ്ങൾ ഉറങ്ങുന്നില്ലേ? ഉമറെ, നിങ്ങൾ ഉറങ്ങുന്നില്ലേ? വല്ലാത്ത ക്ഷീണം നിങ്ങളുടെ മുഖത്തുണ്ടല്ലോ. ഉറങ്ങാത്ത പാട് നിങ്ങളുടെ മുഖത്ത് നേടിച്ച് കാണുന്നു. ഉമറെ, ഒന്ന് ഉറങ്ങിക്കൂടെ? ഒരൽപ്പം വിശ്രമിച്ചുകൂടെ എന്ന് ചോദിച്ചപ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നൽകിയ മറുപടി എന്താണെന്നറിയോ? ഇദാ നിംതു ബിന്നഹാരി അളഅതു റഅയ്യതി. പകൽ സമയം ഞാൻ ഉറങ്ങിക്കഴിഞ്ഞാൽ അതെന്റെ ജനങ്ങൾക്ക് ഞാൻ കൊടുക്കുന്ന സമയമാണ്, എന്റെ പ്രജകൾക്ക് കൊടുക്കാനുള്ള നേരമാണ്. അതുകൊണ്ട് എന്റെ പ്രജകൾക്ക് നൽകേണ്ട അവകാശങ്ങൾ എനിക്ക് നൽകാൻ കഴിയാതെ വരും. അതുകൊണ്ട് എനിക്ക് പകൽ ഉറങ്ങാൻ കഴിയില്ല. ഞാൻ രാത്രി ഉറങ്ങുകയാണെങ്കിലോ എന്റെ സ്വന്തം ശരീരത്തിന് ആത്മീയമായ ഉത്തേജനവും ആത്മീയമായ ഭക്ഷണവും ലഭിക്കണമെങ്കിൽ എനിക്ക് അധ്വാനിക്കേണ്ട നേരമാണ് രാത്രി. രാത്രി എനിക്ക് വേണ്ടിയും പകൽ എന്റെ ജനങ്ങൾക്ക് വേണ്ടിയും. ഇതിനിടയിൽ ഞാൻ എങ്ങനെയാണ് ഉറങ്ങുക എന്ന് ചോദിച്ചിരുന്നു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ജീവിതത്തിൽ നമ്മൾ ചെയ്തു തീർക്കേണ്ട ഉത്തരവാദിത്തങ്ങളെ സംബന്ധിച്ച് നല്ല ബോധമുള്ള ഒരാൾ ശരിക്കും ഇങ്ങനെയായിരിക്കും ചിന്തിക്കുക.